ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ടുഡേ വി ആർ ഗോയിങ് ടു കാസർഗോഡ്. രണ്ട് കസിൻസിന്റെ കൂടെയാണ് കേട്ടോ ഞാൻ ഇന്ന് കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്നത് KSRTC ബസ്സിലാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ തന്നെ ബിസ്മിയും കൂട്ടിയിട്ട് വരുന്നുണ്ട് ഒരാൾ കടല വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ തന്നെ വന്നിട്ട് ചോദിക്കുമ്പോൾ വെറും കൈയോടെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞയക്കലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2 കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വായിലിട്ട് ചാടത്തുന്നവരെ അരച്ചോണ്ട് ഇരിക്കുക, അയാൾക്ക് പിന്നെ ഒരു സഹായമായി. കടല തിന്നുന്നു ഗൈസ്, നോക്ക് ഗൈസ്, കടല തിന്നുകയാണ്. കടല ഐശുവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനുവിനെ കൂട്ടിയത്. ഓനോ അവന്റെ പണി തുടങ്ങിയിട്ട് കളിപ്പിച്ച് അവസാനം ഓന് കച്ചറാക്കാൻ തുടങ്ങി. അവസാനം ഐശുവിന്റെ 2 ചവിട്ടും കുത്തലും കിട്ടിയിട്ടാകുമ്പോൾ ഓനടങ്ങിയത്. KSRTC ബസ്സിൽ പോകുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്തിൽ പോയെങ്കിൽ കിട്ടാം. പിന്നെ എല്ലാവരും ഒന്നിച്ച് പോകുമ്പോക്കും അതിന്റെ വൈബും വേറെ തന്നെയല്ലേ. വീടെടുക്കുന്ന കണ്ടിട്ടാകുമ്പോൾ ഈ ചമ്മുവാമിന്റെ ഒരു കൊങ്കാട്ടം നോക്കറ അയ്യാടാ. അങ്ങനെ 3/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യം, ഫാൻസ് ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. എന്ത് ചെയ്യാൻ? ഓന്റെ ചോദ്യം കേട്ടിട്ടാകുമ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അതോ ശരിക്കാണെന്ന്? ഓൻ എന്നെ കളിയാക്കിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓൻ എന്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവർക്ക് എന്ത് ഫാൻസ് അല്ലേ. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗൈസ് ഇവർ കൺഫ്യൂഷനിലാണ് ഗൈസ്, ഏതെടുക്കണം എന്ന് അവർക്ക് മനസ്സിലാവും. സമുള ബീവി എടുത്തിട്ടായിട്ടേ മഞ്ഞ സബിയാന്നാ ചോപ്പ് സബി എന്താന്നാണ് അതിന്. അപ്പോഴേക്കും നമ്മുടെ ഐഷോട്ടിന്റെ ഡാൻസുകൾ തുടങ്ങി. ഡ്രസ്സിന്റെ ഷോപ്പിൽ കയറിയാൽ നമുക്ക് എല്ലാവർക്കും ഒരു അസുഖം ഉണ്ടല്ലോ. ഒരു 150 നമ്മൾ അവിടെ വിൽപ്പിക്കും. അവസാനം ഒന്നും എടുക്കാതെ നമ്മൾ അങ്ങനെ ഒരു 4-5 ഷോപ്പ് അങ്ങ് കയറി ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പോയിട്ടുണ്ടായത് B2 ഫാൻസിലേക്കാണ് കേട്ടോ. ഈ ഫാൻസി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയ മോഡൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസിൽ റെന്റലിനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ UK മാളിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഫാൻസി വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണല്ലോ, നമുക്ക് വേണ്ടിയതല്ല നമ്മൾ ആദ്യം നോക്കുന്നത്, വേണ്ടാത്തതോ നോക്കിയിട്ട് അതിനുശേഷമാണ് നമ്മൾ വേണ്ടിയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായോ? ലുക്ക് ഹിയർ ഗൈസ്, എങ്ങനെയുണ്ട് ഈ സാധനമൊക്കെ? ഭയങ്കര ലൈക്കായിട്ട് ഡോറ ബുജിയുടെ ഡോറനെ പോലെയല്ലേ എന്നെ കാണാൻ വേണ്ടി. അപ്പൊ അതെനിക്ക് പിടിക്കുന്നുണ്ടോന്നൊന്ന് കമന്റ് ചെയ്യണേ. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കനും ഒന്ന് തച്ചു പൊട്ടിച്ചേക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം നമ്മൾ 1K ഫാമിലി ആവാൻ പോകുന്നു. നിങ്ങൾ കുറച്ചാൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് 1K ഫാമിലി ആക്കാം. അപ്പൊ എങ്ങനെയാ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ? അടുത്തത് നമ്മളെ മെയിൻ കലാപരിപാടി ഫുഡ് കഴിക്കും. ഞങ്ങളുടെ ഒരു അഹങ്കാരം കണ്ടില്ല ഗൈസ്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നിനുമല്ല, നമ്മുടെ ഹോഞ്ചോലത്തെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട്. കാസർഗോഡ് ഹോഞ്ചോലത്തെ മന്തി ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല മന്തിയാണോ കുട്ടി? ഷാനു നീ ഇപ്പുറത്തേക്ക് മോനെ അയച്ചുവിനോടെ കടത്തട്ടെ. അങ്ങനെ ഒരു മന്തി വാങ്ങിയിട്ട് മന്തിയുടെ പന്തിയായി ഒറ്റിതവിടെ ക്ഷീണമായിട്ട് ഇരിക്കുന്നുണ്ട്. മന്തി തിന്നിട്ട് അടുത്ത ആള് മന്തി തിന്നിട്ട് കോഴിൻ്റെ പൊട്ടി വയ്ക്കുന്നുണ്ട്. കൊട്ടുപുരാത്തി ഒരു 5-6 ഷോപ്പ് കയറി ഇറങ്ങിയതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ സോയ എന്ന ഷോപ്പിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഷോപ്പെല്ലാം കയറി ഇറങ്ങിയിട്ട് അവസാനം ഇടത്തുമ്പോൾ ഒരു വിധായി. എന്ത് വിധായാലും വീഡിയോ എടുക്കുന്നതിന് ഒരു കുറവില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അത് പിന്നെ അങ്ങനെയാണല്ലോ, അതൊന്നും നിങ്ങൾ മെയിൻ്റെ ആക്കണം. അവസാനം ആടുന്ന് 10-25 ഡ്രസ്സും ഇട്ട് നോക്കിയതിന് ശേഷം ഓള് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഡ്രസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. എന്നാലും അവിടെ മടക്കി വെച്ചത് കണ്ടിട്ട് നമുക്ക് ഒരുത്തോ അത് പിന്നെ അങ്ങനെയാണല്ലോ, അതെങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓനെ കൊണ്ട് വിൽപ്പിച്ചിട്ടുണ്ടായി. അവസാനം ആ ഡ്രസ്സ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായി മണവാട്ടി ഫാൻസിയിലേക്ക്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവന് മംഗലപ്പോര പോലെ തന്നെ കാലിടാൻ സ്ഥലം. ഞാൻ ആദ്യം വിചാരിച്ചത് ഈടെന്തോ സാധനം വെറുതെ കൊടുക്കുന്നുണ്ട്.
തരുമല്ലോ ആ ഓനാക്കി തരാം ഓനല്ലേ പോലെ മുതലാളി ഇങ്ങനത്തെ എടുത്തതാടാ ഇത് നമ്മളുടെ കൂടെ ഒരു ഏടി ശമൂല ഉണ്ടായതുകൊണ്ട് ഫുള്ള് നോക്കുന്നത് ഏടിയായിരുന്നു. പിന്നെ ഓള് വലിയ റിച്ച് ആയതുകൊണ്ട് ഒക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആടെയില്ല കുറച്ചെണ്ണത്തിന്റെ തല തിന്നിട്ടാകുമ്പോ നമുക്ക് സമാധാനം. നമ്മാടെ കയറിയിട്ടാകുമ്പോ കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെ ആയിപ്പോയി. ഭയങ്കര ഒച്ചപ്പാടും ബഹളം. അവസാനം അവർക്കെന്നെ തലപ്പിരാന്തായിട്ട് നിങ്ങൊരുക്ക പോയൊരു മക്കളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധനം തന്നിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗെയിം ഡ്രസ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മാക്ക് മാക്സി നോക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂട്ടത്തിൽ അവരൊരു ചുരിദാറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആടെ നല്ല നല്ല ചുരിദാർ കളക്ഷൻ കണ്ടിട്ട് നമുക്ക് പിന്നെ ഓർക്കൊരു സമാധാനം ഇല്ല. ആടത്തൊന്നും വാങ്ങാതെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ദാഹം. എന്നാ പിന്നെ ഒരു അവിൽ മിൽക്കായാലോ. ആടെ എത്തിയിട്ടാകുമ്പോ അവിൽ മിൽക്ക് മാത്രം ആക്കണ്ട, നമുക്ക് കല്ലുമ്മക്കായും വാങ്ങിയാലോ എന്ന് തീരുമാനം. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാകുമ്പോൾ അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.